അയ്യോ ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു സൺഡേ വ്ളോഗുമായിട്ടാണ് വന്നത്. ഇന്നത്തെ സൺഡേ വ്ളോഗിൻ്റെ മെയിൻ കോഴ്സ് എന്താണെന്ന് വെച്ചാൽ അച്ഛനെ നമ്മൾ ഇന്ന് കുക്കിംഗ് പഠിപ്പിക്കാൻ പോവുകയാണ്. ഞാനാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ്, ഇതെൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും. സോ അസിസ്റ്റന്റിന് നമ്മൾ ക്ലാസ് കൊടുക്കാൻ പോവാണ്, എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം. എന്ത് നെറ്റോ ക്യാപ്പോ മറ്റേ ഷെഫ്സിന്റെ തൊപ്പിയായിരിക്കും അല്ലേ? ഞാൻ ഓർഡർ ചെയ്യട്ടെ? ഐശ്വര്യന്റെ അടുത്തുണ്ടോ നയിക്കാം. ഓക്കെ ബൈ. നമുക്ക് ഒരു ബിരിയാണി ഷെഫിന്റെ മേൽനോട്ടത്തിൽ നമ്മളിന്ന് മടിയൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളാണിത്. ഒരു ഫുൾ കോഴി, അതിനിങ്ങനെ ഒരു ഫുൾ കോഴി, പിന്നെ ലെഗ് പീസ് ഉണ്ടെങ്കിൽ 4-5 ലെഗ് പീസ്. ഇത് നമ്മുടെ ആകെ ഓൾറെഡി ഉണ്ടായ ലെഗ് പീസസ്. അപ്പം നമ്മൾ വിചാരിച്ചത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ലെഗ് പീസ് ഇഷ്ടമാണ്. അടിയാണ്. കോഴിനെ സെറ്റ് ആക്കി എടുക്കണം. കട്ട് ചെയ്തിട്ട് ചിക്കൻ ആയി കിടലൻ കോഴി, പൊട്ടക്കോഴി. പിന്നെ ഇതാണ് നമുക്ക് ഇന്ന് വേണ്ട സാധനങ്ങൾ: 4 വല്യുള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1.5 വെളുത്തുള്ളി, 1 കഷ്ണം ചെറുനാരങ്ങ. യെസ്, ഇതാണ് മാസ്റ്റർ ഷെഫ്. ഞാനാണ് അസിസ്റ്റന്റ് ഷെഫ്. അപ്പൊ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് ഞാൻ പറയുന്ന പോലെ കേൾക്കണം. ഇവിടെ വരൂ, ഇതൊക്കെ മുറിക്കൂ. ഓരോന്നിനും ഓരോ അളവുകളുണ്ട്. അത് നമ്മളില്ലേ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാനൊരു ആന്റീന്റെ വീഡിയോ ഉണ്ട്. അത് മീൻസ് അതായത് ഇവരൊക്കെ എല്ലാ സാധനങ്ങളും 2 പീസാക്കി ഇടുക. വലിയ വലിയ സാധനങ്ങൾ ഓരോരുത്തെല്ലാം ഉണ്ടാക്കുക. വലിയ തളിക, വലിയ ബീട്രൂട്ട് എല്ലാം വലുത്. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ആന്റീന്റെ വീഡിയോ കണ്ടപ്പോ ഇവരിതൊക്കെ ഒരു വലിയ ബീട്രൂട്ട് എടുക്കും, 2 കഷ്ണാക്കി മുറിക്കും, വെള്ളത്തിലിടും. അപ്പൊ ഞാൻ വലിയ ഉള്ളി എടുക്കും, 4 കഷ്ണാക്കി മുറിക്കും, വെള്ളത്തിലിടും. അല്ലേ? അപ്പൊ എനിക്ക് പറയണതറിയോ, ശരിക്കും നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഓരോ ഐറ്റംസിന് ഓരോ രീതി. അപ്പൊ എനിക്ക് പറയാനുള്ളതറിയോ, ഞാൻ കുക്കിംഗ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മള് വെട്ടുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഈ കഷ്ണങ്ങൾ മുറിക്കൂലേ, അതിനനുസരിച്ചിട്ട് ഫുഡിൽ വ്യത്യാസം വരും എന്നുള്ളത്. സോ അർജുൻ കെ, താങ്കൾ ഇന്ന് ഇത് ഭയങ്കര തിന്നായിട്ടാണ് മുറിക്കേണ്ടത്. അതെ, മീൻസ് ഇങ്ങനെയല്ല, ഈ 4 കട്ട അങ്ങനത്തെ സാധനം അതല്ല. നമ്മള് സാധാരണ ബിരിയാണി ഒക്കെ മുറിക്കാൻ എന്നെ പഠിപ്പിക്കണ്ട. പണ്ട് 1997 തൊട്ട് ഞാൻ മുറിക്കാൻ. 1997 മോൻ ജനിച്ചിട്ടില്ലല്ലോ, മോൻ 2K കിട്ടല്ലേ? ഇന്നെ കഴിവ് കാണിച്ചു. ഇന്ന് ഇത് വെച്ച് ഞാൻ കഴിവ്. ഇന്ന് നമുക്ക് അതായത് ഇന്ന് ഇതില് അച്ഛനതായുള്ള രീതികളും ഉണ്ടാവും. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു തരും എന്തൊക്കെ ഇടണം എന്നുള്ളത്. പോയി. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടെ വാ. കാണിച്ചു തരാം. Don't ask questions. You are gonna me. ഇതൊന്ന് കഴിയാ. അതങ്ങനെ വെച്ചാൽ നമ്മളെ കാണൂലേ? ആ ക്യാമറ അങ്ങനെ വെച്ചാല് കാണും. ഈ കത്തി വെച്ച് സെറ്റാക്കാൻ പോകാം. എന്റെ ഉപ്പാനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സംസ്കാരം നല്ലതായത് കൊണ്ട് മാത്രം ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നമ്മൾ ഈ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ഹാഫ് ചിക്കൻ ഇങ്ങനെ മസാല ഇട്ട് പൊരിച്ചാലോ? ബിരിയാണി ഇതാണ് ഒരു ഫുൾ ലെഗ് പീസ്. ഇങ്ങനെയാണ് ഇതിനകത്തെ പീസ് ഉണ്ടാക്കുക. തൈസിന്റെ നാട്ടില് ബിരിയാണി വെക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഇതൊക്കെ കണ്ടതാണ്. എന്റെ ഉപ്പ ബിരിയാണി വെക്കുന്നവരോ ഞാൻ ഇങ്ങനത്തെ 100 കണക്കിന് കാലുകൾ കണ്ടില്ലേ. എന്റെ ഉപ്പാക്ക് ബിരിയാണി വെക്കല്ലാരും പണി, എന്നെ കൊണ്ട് ഞാൻ കണ്ടില്ല. ഗൈസ്, എന്റെ ഉപ്പ ഒരു നല്ലൊരു ബെസ്റ്റ് കുക്കാണ്. എന്റെ ഉപ്പാന്റെ ബിരിയാണി സീൻ ബിരിയാണിയാ. തിന്ന ആൾക്കാർ ആരെങ്കിലും കമന്റ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടാ. അല്ല, കമന്റ് ഇല്ല, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ബിരിയാണി തിന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടാം. അതായത് വടകര ഉള്ളവരാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിങ്സ്. പിന്നെ ഞാൻ അങ്ങ് വെറുത്ത് തിന്ന് ഇവളെല്ലാം ഉച്ചക്ക് ഫുഡിന് വിങ്സ് ആദ്യം ഇപ്പൊ തിന്നില്ല.
ഞാൻ ഒരു ടൈമിൽ ഡെയിലി ഞാൻ വിങ്സ് തിന്നല്. ഇവിടെ വന്ന ശേഷമാണ്, നാട്ടൊന്നൊന്നല്ല. ഇവിടെ വന്നതിന് ശേഷം ഡെയിലി ഉച്ചക്ക് വിങ്സും ചോറും. എന്റെ ഓഫീസെല്ലാം ഒന്ന് മാറുന്ന കാലത്ത് വേണം എനിക്ക് നല്ല ഉച്ചക്ക് നല്ല ലഞ്ച് കിട്ടുന്ന വല്ല ഓഫീസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ. എനിക്ക് കുറച്ച് ഫുഡ് തന്നാ മതി. ഉച്ചക്ക് നല്ല ലഞ്ച് കിട്ടുന്ന ഓഫീസിൽ ആരെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ഫ്രീ എന്നെ കൂട്ടിക്കോ, ഞാൻ വരാം. ഉച്ചക്ക് നല്ല ലഞ്ച് മാത്രം കിട്ടിയാൽ മതി. സാലറി ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സാലറി കുറച്ച് കുറയാനും കുഴപ്പമില്ല, തിന്നാൻ തന്നാ മതി. ഉച്ചക്ക് നല്ല ഫുഡ് കിട്ടണം. ഉച്ചക്ക് നല്ല ഫുഡ് കിട്ടണം. വയറ് നിറയെ ഫുഡ് കഴിക്കണം. നമ്മൾ വയറ് നിറയെ ഫുഡ് കഴിച്ചാല് നമുക്കൊരു ആത്മാർത്ഥത വരും കമ്പനിയോട്. എനിക്ക് ഡെയിലി ചോറ് തരുന്ന കമ്പനിയല്ലേ. ഫുഡ് മോശമായി കഴിഞ്ഞാല് കമ്പനിനെ ഞാൻ കുറ്റം പറയും. ഏതെങ്കിലും കമ്പനിന്റെ മാനേജർ കാണുകയാണെങ്കിൽ അത് ഫുള്ള് വേണം, ഇത് കുറച്ച് ഓവറായി പോയോ, കുഴപ്പമില്ല അല്ലേ. എന്തായാലും നമ്മൾ തന്നെ തിന്നും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൊടുത്തിട്ട് ഒന്ന് ചതച്ച് തരണം എനിക്ക്. യെസ്, ചിക്കൻ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 4 ലെഗ് പീസ്, 4 ഒരെണ്ണം അടിയിലുണ്ട് ലെഗ് പീസ്. 5 ലെഗ് പീസും ബാക്കി നമ്മളുടെ ചിക്കൻ. ഇത് സെറ്റാക്കട്ടെ. നമ്മളിപ്പോൾ ഓൾറെഡി ചിക്കനൊക്കെ പെരക്കി വെച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ആദ്യം വിചാരിച്ചത് പൊരിച്ചിട്ടുണ്ടാക്കാൻ തന്നെ. പക്ഷെങ്കിൽ പൊരിച്ചിട്ടുണ്ടാക്കാൻ ടൈമില്ല. ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് നേരെ കുക്കറിലിട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പോവാ. ഇതിലെന്തൊക്കെ ഇട്ടേ ഷെഫ് പറയില്ല? ഷെഫ് അല്ല, അസിസ്റ്റന്റ് ഷെഫ്. മഞ്ഞള്, മുളക്, ഉപ്പ്. മഞ്ഞൾ, മുളക്, ഉപ്പ് മാത്രം ഇട്ടിട്ട് പെരക്കി വെച്ചത്. അതായത് പൊരിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇത് മാത്രം ഇട്ടിട്ട് ഇതിങ്ങനെ പെരക്കി വെച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ആദ്യം ഇതിങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് വെക്കൂലേ. നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് ഈ കുക്കറിലിട്ടിട്ട്, കുക്കറിലാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, കുക്കറിലിട്ടിട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പോവാ. തുടങ്ങാം. വേവിച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ തിന്നിക്കില്ല. എന്റെ മമ്മി ഉണ്ടാക്കിയൊക്കെ ചിക്കൻ പൊരിച്ചിട്ടുള്ളതാ. സോ നമുക്കിന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കണല്ലോ. ഇവിടെ മമ്മി ഉണ്ടാക്കുന്ന പോലത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്ന പറയുന്നത്. അല്ല, എന്റെ മമ്മി ആണെങ്കിൽ ഇത് പൊരിച്ചിട്ട് വെക്കാം, ഞാൻ പൊരിക്കാണ്ട് വെക്കാൻ പോകുന്നത്. നമ്മളൊരു വല്ലാത്ത അവസ്ഥയാണ്. കണ്ണൂരുകാരെ കൂട്ടത്തിലും പെടുത്തിയില്ല, കോഴിക്കോട്ടുകാരെ കൂട്ടത്തിലും പെടുത്തിയില്ല. നമ്മൾ വല്ലാത്തൊരു ജീവിതമായി നമ്മളത്. വടകര പയ്യോട് കൊയിലാണ്ടി അല്ല, ഈ മിക്സി ഇല്ലേ, ഇത് ഞാൻ ദുബായിൽ വന്ന സമയത്ത് വാങ്ങിയതാ. അതെ, ഇവിടെ സാധാരണ എല്ലാരും 50 ദിർഹം കൊടുത്തിട്ട് മിക്സി വാങ്ങും. ഇവിടെ 200 ദിർഹം കൊടുത്തിട്ട് ക്യാഷ് എറിഞ്ഞു വാങ്ങി. അത് ഫസ്റ്റ് വിസിറ്റിന് വന്ന സമയത്ത് 200 ദിർഹം കൊടുത്തിട്ട് മിക്സി വാങ്ങിയ മഹാൻ. എന്റെ ഡാഡി റിച്ച് ആയിരുന്നു. ഡാഡി വാങ്ങിച്ചെന്നെ. ഡാഡിയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും നല്ല മിക്സി തന്നെ വന്നു. ഡാഡി പറഞ്ഞു എടുത്തു, ഇതാ നല്ലതാണ്. ഏറ്റവും കൂടി നോക്കി എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കി തുടങ്ങാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് തീ കത്തിക്കാം. തീ കത്തുന്നില്ല, ലൈറ്റ് തടിക്കും. തുടക്കം തന്നെ പാളി. ഇത് കുക്കർ വെച്ചോ. സൺഫ്ലവർ ഓയിൽ, കുറച്ച് സൺഫ്ലവർ ഓയിൽ. മിൽക്കി മിസ്റ്റിന്റെ നല്ല പശുവിന്റെ നെയ്യും. പ്രൊമോഷനാണ് കേട്ടോ. 2 സ്പൂൺ നെയ്യ്, ഗ്രാമ്പൂ, ഏലക്കായ്, പട്ട, പൂവൊക്കെ ഇടണമെന്നുണ്ടാകും. കുറച്ച് ജീരകം, കുരുമുളക് ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി, മുളകും. ഇനി മരത്തിന്റെ ഒരു തവി എടുക്കുക, ഇങ്ങനെ കലക്കുക. ഇപ്പൊ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് വന്നില്ല എനിക്ക്. ഓ മൈ ഗോഡ്, ഉണ്ടാക്കി തീയതിനുള്ളിൽ ഞാൻ എന്തൊക്കെ കേൾക്കണം. കഥയിലെ രാജകുമാരിക്കും ഇത് ഞാൻ മുറിച്ചേട്ടോ. ഓ, ഉള്ളി കിട്ടപ്പോ വീണ്ടും പ്രൊഫഷണൽ ടച്ച് വന്നു. എന്തിടുമ്പോ ഒരു പ്രൊഫഷണൽ ടച്ച് നിർബന്ധ. ഇടുമ്പോ സൂക്ഷിക്കാം. ഒരു മണക്കണക്കാ. കുറച്ചിട്ടോ മതി. വേണ്ട, എന്തിനാ നമ്മൾ ഉള്ളിന്റെ കൂടെ തന്നെ ഉപ്പിടുന്നത്? ഉള്ളി വാടാൻ. ഒക്കെ അറിയാം. ഞാൻ പറഞ്ഞില്ലേ 1997 അച്ഛനൊരു ചിക്കൻ കറി ഉണ്ട് കേട്ടോ, കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛനൊരു ബീഫ് ഉണ്ട്, നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. അതിൽ ഒന്നും ഇടുന്നില്ല എന്നുള്ളതാണ് സത്യം, പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ടിച്ചാണ് ഉണ്ടാക്കുക, പക്ഷെ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, അത് ഞാൻ അഭിനന്ദിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ, അതിനെയും കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കും, എല്ലാത്തിനും ഞാൻ പ്രോത്സാഹനം കൊടുക്കും. കയമരി നമ്മൾ എടുക്കുന്നത്, 2 ഗ്ലാസ് കയമരി. സോ നമുക്കിത് കഴുകിയിട്ട് ഊറ്റാൻ വെക്കാം. ഊറ്റാൻ വെക്കുന്ന എന്താ വേറെ വേർഡ് ഉണ്ടോ? ഊറ്റാൻ വെക്കുന്ന വേറെ വേർഡ്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഊറ്റാൻ വെക്കാന്ന് അറിയും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകും. 2 ഗ്ലാസ് അരി എടുത്ത് 2 ഗ്ലാസ് അരി കഴുകിയിട്ട് ഊറ്റാൻ വെക്കട്ടെ.
അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുക്കർ ആയതുകൊണ്ട് അധികം വഴണം അല്ല വഴണ്ട് വരണമെന്നില്ല. തക്കാളി ഇട്ടോ. ആണ് തക്കാളി കേട്ടോ. അരിന്റെ വെള്ളം എങ്ങനെയാ നമ്മള് സാധാരണ അരിയുടെ വെള്ളം? 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. കഞ്ഞിയാണോ താങ്കൾ ഉണ്ടാക്കുന്നത്? 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അങ്ങനല്ലേ? 2 ഗ്ലാസ് വെള്ളം വെച്ചാൽ അതായത് വെള്ളം ചിലതില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും. ചിലത് വേഗം വെള്ളം വറ്റിപ്പോകുന്ന പാത്രമായിരിക്കും. അടി തിന്നായിട്ടുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും. അങ്ങനെയാണെങ്കിൽ 1.5 ഗ്ലാസ് തന്നെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കും, ഉമ്മ പറഞ്ഞെന്ന് വെച്ചാൽ അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ. കേട്ടോ. നമ്മളെ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ചെറിയാൻ പോണേ. കൊറേ ചിക്കൻ ആർഭാടായിക്കോട്ടെ. ഇതിലിനിയിപ്പൊ അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് ഇത്രക്കാരൻ ബിരിയാണി ഒക്കെ കുക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പോന്നെ. കഴുകട മൊത്തത്തില് ചിക്കനെ താഴെട്ട് മര്യാദ കഴുകി നല്ലോണോ. ഞാൻ കഴുകണം എന്നാലും എനിക്ക് ശരിയാവും. മല്ലിയും പുതിനയും ഈ പുതിനില്ലേ, പുതിന എന്റെ വീട്ടിൽ വാങ്ങില്ല. ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ വാങ്ങും. ഇല്ല, എന്റെ വീട്ടിൽ വാങ്ങില്ല. അമ്മ പുതിന ഇടാണ്ട ബിരിയാണി ഉണ്ടാക്കുക. ഞാൻ ഇതിനുണ്ടില്ല. ആക്കെ വാങ്ങുന്നുണ്ട്. എന്റെ കണ്ണ് കാണിട്ടായിരിക്കും. ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഞാനല്ലേ. ഇത്തിരി വെള്ളം ഒഴിക്കാം. കൂടി അവില് കുഴച്ചിട്ടായല്ലോ. ഇതിനകത്ത് അരിയിട്ട് നീ ഇട്ട് കലക്കിയിട്ട് ചിക്കൻ അങ്ങ് ഇതാ കൊല്ലല്ല, കുറച്ചൊരാടെ വെക്ക്. അയ്യോ, ഞാനല്ലേ ഷെഫ്. ഷെഫിന്റെ പണി ഏതൊക്കെ? ഷെഫ് എന്താ ക്ലീൻ ചെയ്യൂലേ? ഷെഫ് ക്ലീൻ ചെയ്യോ? ഷെഫ് ക്ലീൻ ചെയ്യും. ക്ലീനിങ്ങും ആ ഷെഫിന്റെ പണിയിൽ വരുന്നതാ. ഷെഫ് ക്ലീനിങ് ചെയ്യൂല. ഇവര് വിചാരിക്കുന്ന അറിയോ, ഇവിടെയുള്ള ഈ പാത്രം മുഴുവൻ നമുക്ക് വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ നിരത്തി വെക്കും. ഇതൊന്നും നമ്മളതല്ല കേട്ടോ. ഈ ഒരു ചെറിയ സ്പേസ് ഇല്ല, ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഈ കുഞ്ഞ് സ്പേസ് ഈ വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അത് ഇപ്പൊ അച്ചു എടുത്ത് വെക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അധികം എരി വേണ്ട. സ്ക്യൂസ് ഓഫ് ലെമൺ. നമുക്ക് സ്ക്യൂസ് ഓഫ് ലെമൺ. തൈര് ഇടുമല്ലോ ചിലര്. ബിരിയാണി ഉണ്ടാക്കുമ്പോഴല്ലോ ഞാൻ മറ്റെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ട്. അല്ല അങ്ങനല്ല, ഇതിൽ ഞാൻ പൊതുവെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇടുന്നവരുണ്ടാവും. ഇതില്ല, നമ്മൾ എങ്ങനെ പറഞ്ഞാലും നമ്മൾ ഓരോ വീട്ടിലും ഓരോ രീതികളുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. അതേ നമ്മൾ പഠിക്കുള്ളൂ. ഉമ്മ വ്ളോഗ് ആണെങ്കിൽ ഉമ്മാനോട് എനിക്ക് പറയാനുള്ളത് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ മൊയന്താന്ന് പറയുന്നത്. എന്നിട്ട് ഇവൻ ഞണ്ണുന്നുണ്ട്. നീ ഷോപ്പിൽ പോകുന്നതിന് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലാലോ. ഞാൻ എനിക്ക് മാന്യമാര് ഫുഡ് ഉണ്ടായി തന്നില്ലേ? വീണു പോവേ മുടി മേല്. ഞാനതാ നേരത്തെ ചോദിച്ചത്. ഇതിലൊക്കെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ. ചിക്കൻ അധികമാണ്. രാത്രി ഇനി ഉണ്ടാക്കോ? സോറി എന്താ അറിയോ, ഞാൻ ഇന്നല്ല വേറെ ആരെയും കല്യാണം കഴിച്ചെങ്കില് ചിലപ്പോ എനിക്ക് ഞാൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ സാധനം തോന്നും. ഇവനെ ഞാനുണ്ടല്ലോ എന്റെ 15ാമത്തെ വയസ്സ് മുതൽ കാണുന്നതാ. അപ്പൊ പിന്നെ എനിക്ക് ഇവന്റെ അടുത്ത് ഇങ്ങനെയേ വരുള്ളൂ. എത്ര ഗ്ലാസ് വെള്ളം? നമ്മൾ എത്ര അരി എടുത്തത്? 3 ഗ്ലാസ് വെള്ളം. എനിക്ക് ഇന്നലൊക്കെ ബിരിയാണി തിന്നാൻ കൊതിയായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ബിരിയാണി തിന്നാലെന്താ ഈ ആഴ്ച പിന്നെയും ബിരിയാണി ഒന്നുകൂടെ? സത്യം ഇന്നലെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് പോലൊക്കെ. ഇന്നലെ നമ്മളെന്തോ വീഡിയോ കണ്ടില്ലേനോ? മറ്റേ വാഴയില് മറ്റേ ഹാഷിർ ചോറിങ്ങനെ കടിച്ച് തിന്നുന്നുണ്ടോ? കടച്ചോനെ ഇതിപ്പോ കൊളാവും. ഒന്ന് ഇളക്കുന്നത് ഗൈസ്, നിങ്ങളും പ്രാർത്ഥിക്കും എന്റെ ബിരിയാണി ഒന്നും ആവാൻ നല്ലോണം കിട്ടണേ. 3 ഒഴിച്ചോ, ഇളക്ക്. കളിക്കോ മീൻസ് അതായതില്ലേ, നമ്മൾ നോർമലി ഉള്ള ഒരു ഉപ്പ് പ്രതീക്ഷിക്കരുത്. കുറച്ചുകൂടെ കേറി നിന്നാലേ ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയാനുള്ളത് വെള്ളത്തിന്റെ ഉപ്പ് ഇത്തിരി മേലെ നിൽക്കണം, അപ്പോഴേ ചോറില് ഉപ്പ് ഉണ്ടാവുള്ളൂ. നമുക്ക് തൈരും കൂടെ ഉണ്ടാക്കാം. ചോറ് ആവുമ്പോഴത്തേക്കും നമുക്ക് തൈര് ഇട്ടാം. കുക്കർ അടയ്ക്കാൻ പോകും. നമ്മളെ കുക്കർ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. മടിയം ബിരിയാണി
നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനി ഇത് തുറക്കാൻ പോവാന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി കണ്ട് എക്സൈറ്റ്മെന്റ് വാ തുറക്കട്ടാ. നമ്മുടെ കുക്കർ കുക്കർ തുറക്കാണ്. അയ്യോ ചിക്കനൊക്കെ ജ്യൂസിയായി. ചിക്കൻ അതാ മറ്റേ കാല് വേറെ തന്നെ തന്നിന്. ഓക്കെ, എന്റെ ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ചാല് ഇളക്കണ്ടത് നമ്മളിത് ഇളക്കി എടുക്കണം. അത് ഒഴിക്കണം. അത് ഒഴിച്ചോ. ഇതില് പാത്രത്തിലേക്ക് മാറ്റിട്ട് വെച്ചാൽ മതിയോ? പാത്രത്തിലേക്ക് മാറ്റാം. മീൻസ് എന്താ അറിയോ, എങ്ങനെയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുക്കറിന് തന്നെ പറ്റൂല. സോ നമ്മൾ എന്ത് ചെയ്യണം അച്ചോ, നമ്മളതിനെ ഇതിലേക്ക് മാറ്റണം. ഇതില്ലേ ഞാൻ പറയാൻ ഇതിങ്ങനെ തന്നെ അതിൽ ചെരിയാൻ പറ്റുമെങ്കിൽ ചെരിഞ്ഞോ. എക്സ്ക്യൂസ് മീ, എനിക്ക് തിന്നാനുള്ള ആഗ്രഹമുണ്ട് പ്ലീസ്. പുക പറക്കുന്നു. അയ്യോ എന്റെ കണ്ണാടി കൊണ്ട് പുകയായി. കാണുന്നുണ്ടാ? ഞാൻ ഒന്നും കാണുന്നില്ല. എന്റെ കണ്ണാടി മൊത്തം പുകയായി. ഓ ഇത് നല്ല മണം വരുന്നുണ്ട്. എന്റെ വായിന്ന് വെള്ളം വരുന്നു. എന്താ സ്മെല്ല് കണ്ടിച്ചെന്ന് തോന്നുന്നു. മൂട് സാധനം തന്നെ. അച്ഛൻ്റെ ആദ്യത്തെ ബിരിയാണി, അച്ഛൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ ബിരിയാണി. ഇത് അടി പിടിച്ചില്ല. അടി പിടിച്ചില്ല എന്നാലും സാരല്ല, ഇളക്കിക്കോ. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അടി പോയിട്ടുണ്ടടാ. എടാ ഇളക്കല്ല. അത് അടി പോയിട്ടുണ്ട്. അത് അടി പോയതാ. അങ്ങനെ അയ്യോ, ക്യാമറ ഒക്കെ കൂടെ മറ്റേ ഇടുക്കി പോയ പോലെ ഉണ്ട്. സോ ഗായ്സ്, എനിക്കറിയാം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാലും അടി പോകും. അല്ല ബൂം ബാങ് പറഞ്ഞേക്ക്. എന്താ പറഞ്ഞേ? ബൂം ബാങ് പറഞ്ഞ വെച്ചാല് കുക്കറിൽ വെക്കുന്ന സമയത്ത് ഇത് അടി പോകും. പക്ഷെ അതിന് ഓരോ പേരും പറയുന്നുണ്ട്. ആ കഴിഞ്ഞ സാധനത്തിനായിരിക്കും അല്ലേ? സോക്രോൺ. അത് സോക്രോൺ. അത് അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറയാ. എനിക്ക് ഇഷ്ടമല്ല കഴിഞ്ഞ സാധനം. അത് എടുക്കല്ലോ, അന്നേരം ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ചോറിന്. അത് അടി പോയിട്ടുണ്ട്. സോ നമുക്കത് പിന്നെ എടുക്കാം. സാധാരണ ചോറുന്ന സമയമായിട്ടുള്ളൂ. എനിക്കിത് കണ്ടിട്ട് ആക്രാന്തം തോന്നിട്ടാ. ഇളക്കത് മൊത്തത്തില്ല, കാരണം താഴെ ഏറ്റവും താഴെ ഇതാ ഉള്ളത്. ഗെയ്സ് നമ്മളെ ചോറ്, അച്ഛൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് ഗെയ്സ്. ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. തൈരുണ്ട്. ഗെയ്സ് എനിക്ക് കൊതിയാവുന്നു ഗെയ്സ്. അച്ചു പാത്രം കഴുകാൻ പോയതാ. പക്ഷെ എനിക്കിത് കണ്ടിട്ട് കൊതിയാവുന്നു. ചോറിലേക്ക് മാറ്റാം. അതാ മറ്റേ സ്പൂൺ എടുത്തോ. മേലെ കൂടെ കൊരിയോ, കുഴപ്പമില്ല. മതി, പീസ് വേണ്ട. അത് നല്ലോണം വെന്തിട്ടാ മതി. ചോറിട്ടോ, എനിക്ക് വിശക്കുന്നു. എനിക്ക് മതി. നെയ്യ് ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറന്നുപോയി. ഇനിയിപ്പോ തൈര് മതി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ്. കമോൺ ഗൈസ്, റിവ്യൂ നോക്കാം. ഇത് വെന്തട്ടോ, അടിപൊളിയായി വെന്തിണ്ട്. ചിക്കൻ നല്ല വെന്ത്. ഇതുകൊണ്ടാ പൊരിച്ച് വെക്കാൻ പറഞ്ഞത്. പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അടിഞ്ഞു പോവില്ല. തിന്നോക്കട്ടെ. സീരിയസ്ലി പറയട്ടെ, ഇങ്ങനെ ഷെഫാടാ. ഷെഫിന്റെ തൊപ്പിയില്ല. സീരിയസ്ലി സീന്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയാൽ മതി. ഞാൻ ജോലി രാജിവെച്ചിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയാലോ? ഇതെന്റെ കഴിവാ. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഷോപ്പിലേക്ക് പോവാണ്. പിന്നെ ഇത്രേ ഉള്ളൂ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ അടുത്ത പ്രാവശ്യം അച്ഛനെ കൂടെ പിന്നെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ സൂപ്പർ സാധനമാണ്. ഇനി അടുത്ത വ്ളോഗ് പോയിട്ട് അടുത്ത ഞായറാഴ്ച വരാം. ഓക്കെ, ബൈ.